പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച സ്ഥലം വളരെ മനോഹരമാണ്. നമ്മൾ സൂറത്തുൽ ബഖറ നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ സൂറത്തുൽ ബഖറയുടെ മധ്യഭാഗത്ത് കടന്നു വരുന്ന വിഷയം ഖിബല മാറ്റവും അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് ബന്ധപ്പെട്ട സംസാരങ്ങളാണ് സൂറത്തുൽ ബഖറയുടെ മധ്യഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഒരു ഉമ്മത്ത് എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദൗത്യം ഏൽപ്പിച്ചിരുന്നത് ബനു ഇസ്രായേലുകാരെയാണ്. ബനു ഇസ്രായേലിനായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കപ്പെട്ട ഉമ്മത്ത് അവരായിരുന്നു. പക്ഷെ ആ ഒരു ഉമ്മത്ത് എന്നുള്ള ആ ദൗത്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ ദൗത്യം, അത് നിറവേറ്റുന്നതിൽ അവർ പരാജയപ്പെട്ടു. അവരുടെ പരാജയ കാരണങ്ങളാണ് സൂറത്തുൽ ബഖറയിൽ നല്ലൊരു ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. അപ്പൊ അവർ ആ ദൗത്യം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദൗത്യം പുതിയൊരു ഉമ്മത്തിന് കൈമാറുകയാണ്. അതാണ് സൂറത്തുൽ ബഖറയുടെ മധ്യത്തിലുള്ള ആയത്ത്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിലേക്ക് ആ ദൗത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. പുതിയൊരു ഉമ്മത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഉമ്മത്തിനെ തെരഞ്ഞെടുക്കുകയാണ്. കുൻതും ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. പുതിയൊരു ഉമ്മത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് അതുകൊണ്ട് തന്നെ മുൻകാലത്തുള്ള അവരുടെ അവസരമൊക്കെ കഴിഞ്ഞു. തിൽക ഉമ്മത്തിൻ ഖദ് ഖലത് ലഹാ മാ കസബത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവരുടെ കാലമൊക്കെ കഴിഞ്ഞു, ഇനി നിങ്ങളുടെ അവസരമാണ്, നിങ്ങളാണ് ഈ ദൗത്യം നിറവേറ്റേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചുമതല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നൽകുകയാണ്. ഉമ്മത്തിന് നൽകിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മത്തിന്റെ കേന്ദ്രമായിട്ട്, അല്ലെങ്കിൽ ആ ഉമ്മത്തിന്റെ ക്യാപിറ്റൽ ആക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയെ നമുക്ക് ഖിബലയായിട്ട് നൽകി. അതാണ് മുസ്ലിങ്ങളുടെ ക്യാപിറ്റൽ. അതുകൊണ്ടാണ് ബഖറയിൽ അടുത്തതായിട്ട് വരുന്ന വിഷയം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മുടെ ആദർശ പിതാവായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനം അവസാനത്തെ ഉമ്മത്തിന്റെ തലസ്ഥാനമാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. ഖദ് നറാ തഖല്ലുബു വജ്ഹിക ഫിസ്സമാ വലനുവല്ലിയനക ഖിബ്ലതൻ തർലാഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബ്ലയെ നമ്മുടെ കേന്ദ്രമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. അതിനുശേഷം ആ ഉമ്മത്ത് എന്നുള്ള നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയ ഉമ്മത്തിന് നൽകിയ നിരവധി നിയമങ്ങൾ. അതാണ് സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് ഉടനീളം കടന്നു വരുന്ന വിഷയങ്ങൾ, ഉമ്മത്തിന് നൽകിയ നിയമങ്ങൾ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, അതേപോലെ തന്നെ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട, അതേപോലെ സക്കാത്ത്, നമസ്കാരം, ജിഹാദ്, ത്വലാഖ്, ഖിസാസ്, അതേപോലെ സാമ്പത്തിക നിയമങ്ങൾ, അതെല്ലാമാണ് സൂറത്തുൽ ബഖറയിൽ പിന്നീട് കടന്നു വരുന്ന ഓരോ വിഷയങ്ങൾ. ആ വിഷയങ്ങൾ പരാമർശിക്കുന്നതിനിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത്, അതായത് 185-ാമത്തെ ആയത്ത് റമളാൻ നമ്മോട് കൽപ്പിക്കുന്നത്. അപ്പൊ മധ്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചും കഅബയെ സംബന്ധിച്ചും പറയുന്നു. പിന്നീട് നമ്മുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ നിയമങ്ങളാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ റമളാനിലേക്ക് വരുന്നതിന് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് നമുക്കുള്ള ബന്ധം ആർക്കും പറഞ്ഞു തരേണ്ടതില്ല. നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പാത പിന്തുടരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യഥാർത്ഥ അനുയായികളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻപറ്റാൻ പറഞ്ഞത് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാതയാണ്, ആ മില്ലത്താണ്. സൂറത്തുൽ ഹജ്ജിന്റെ 78-ാമത്തെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി വജ്തബാകും മില്ലത അബീകും ഇബ്രാഹിം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാത പിൻപറ്റാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ വന്നത് തന്നെ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവാചക ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യങ്ങളിൽ ഒന്ന് നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട ആ ഭവനം, കഅബയാകുന്ന ആ ഭവനത്തെ വിഗ്രഹത്തിൽ നിന്നെല്ലാം സംസ്കരിച്ച് ആ ഭവനത്തിൽ തൗഹീദ് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു പ്രവാചക ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശ പിതാവായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പിൻപറ്റുന്നവരാണ് നമ്മൾ. ഇപ്പൊ ലോകത്തുള്ള പ്രബല മതങ്ങൾ, സെമിറ്റിക് മതങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ ക്രിസ്തു മതമാകട്ടെ, അതേപോലെ തന്നെ ജൂതമതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, ഈ 3 മതങ്ങളും ഒരേ രൂപത്തിൽ സംഗമിക്കുന്ന ഒരു സംഗമ ബിന്ദു എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. 3 ആളുകളും ഒരേ രൂപത്തിൽ ആ പ്രവാചകന്റെ അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ, ഇസ്ലാമിനെ താങ്ങി നിർത്തുന്ന 5 സ്തംഭങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ ഓരോന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് വന്ന് ചേരുന്നതായിട്ട്, അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ആകെ വന്നോണം ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അതുമായിട്ടുള്ള ബന്ധം പിന്നീട് മനസ്സിലാക്കും.
ഇപ്പൊ ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കും, ഓരോ കാര്യങ്ങൾ. ഇപ്പൊ ഇസ്ലാം കാര്യങ്ങൾ ആദ്യം വരുന്ന ഷഹാദത്ത് കലിമ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ആ തൗഹീദിന്റെ വാക്കുകൾ, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം തന്നെ ഒറ്റ വാക്കിൽ ആ തൗഹീദിന് വേണ്ടിയുള്ള സമർപ്പണമായിരുന്നു. വിഗ്രഹാരാധനക്കെതിരെ പട നയിച്ച് ആ തൗഹീദിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം. പിന്നീട് ഇസ്ലാം കാര്യത്തിൽ കടന്നു വരുന്ന നമസ്കാരം, ആ നമസ്കാരം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിച്ചതിന് ശേഷം, ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കാൻ വേണ്ടിയുള്ള ഭവനം നിർമ്മിച്ചതിന് ശേഷം ഉടൻ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുത്രനായിട്ടുള്ള ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൂടെ നടത്തുന്ന ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, നമസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെയും എന്റെ സന്താന പരമ്പരയും ഉൾപ്പെടുത്തണം. അവിടെ മുഖീമസ്സല, ഇഖാമത്തുസ്സല, നമസ്കാരം നിലനിർത്തുക. അവിടെ നമസ്കാരവും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് വന്നു ചേരുന്നതാണ് നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നീട് മൂന്നാമതായിട്ട് കടന്നു വരുന്നത് സക്കാത്ത്. നമ്മൾ നോക്കിയാലും എന്താണ് സക്കാത്തും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തമ്മിലുള്ള ബന്ധം? നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുത്രനായിട്ടുള്ള ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിന്റെ 54-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് നമ്മോടെല്ലാം കൽപ്പിച്ചത് വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് നിങ്ങൾ സ്മരിക്കണം. അതിനുശേഷം 55-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് പറഞ്ഞത് വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി, അദ്ദേഹം സ്വന്തം കുടുംബത്തോട് നമസ്കാരത്തെക്കുറിച്ചും സക്കാത്തിനെ സംബന്ധിച്ചും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൽപ്പിക്കുമായിരുന്നു, ഉണർത്തുമായിരുന്നു. പരിശുദ്ധ ഖുർആൻ നിരന്തരം നമ്മളെ ഉണർത്തിയത് അതാണ്. അല്ലദീന യുഖീമൂന സ്വലാത്ത് വയതൂന സക്കാത്ത്, അല്ലെങ്കിൽ ഇഖാമു സ്വലാത്ത് വആതു സക്കാത്ത്, നിരന്തരം പരിശുദ്ധ ഖുർആൻ ഒരു ഉണർത്തല് നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ സ്വന്തം കുടുംബത്തെ ഇതേ രൂപത്തിൽ കൽപ്പിച്ചത് തീർച്ചയായിട്ടും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അത് ലഭിച്ചത് പിതാവായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നായിരിക്കും, യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സക്കാത്തുമായിട്ടും ഇതേ രൂപത്തിൽ നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കാണ്. പിന്നീട് നാലാമതായിട്ട് കടന്ന റമദാൻ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് 5-ാമതായിട്ട് കടന്നു വരുന്ന ഹജ്ജും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തമ്മിലുള്ള ബന്ധം ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ടതില്ല. കാരണം ഹജ്ജിന്റെ മനാസിക്കുകളെല്ലാം വന്നു ചേരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലാണ്. 4-ാമതായിട്ട് കടന്നു വരുന്ന റമദാൻ, അതാണ് നമ്മുടെ വിഷയം. ആ റമദാനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് നമ്മൾ സൂറത്തുൽ ബഖറ വെച്ച് തന്നെ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ സൂറത്തുൽ ബഖറയുടെ 129-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വിജനമായിട്ടുള്ള മക്കയിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ചുകൊണ്ട് നടത്തിയ പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാം, അല്ലാഹുവേ, നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കൊടുക്കുന്ന, അതേപോലെ തന്നെ വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, നിന്റെ കിതാബ് അല്ലെങ്കിൽ നിന്റെ വേദഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ നീ അവരിലേക്ക് നിയോഗിക്കണേ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനക്കുള്ള ഉത്തരമായിരുന്നു പിന്നീട് അവരിൽ നിന്ന് തന്നെ, അതായത് ഇസ്മായിൽ സന്താന പരമ്പരയിൽ നിന്നും കടന്നു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കിതാബ്, അതായത് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. ആ കിതാബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട പരിശുദ്ധ ഖുർആൻ ആകുന്ന ഈ ഗ്രന്ഥം. ആ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. അതുകൊണ്ടാണ് ആ റമദാനിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത്. അപ്പൊ റമദാനും ഖുർആനുമായിട്ടുള്ള ബന്ധം ഇൻഷാ അല്ലാഹ് അത് അവസാന ഭാഗത്ത് ഞാൻ സൂചിപ്പിക്കും. യഥാർത്ഥത്തിൽ ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചും ഈ വിഷയം പറയാനുള്ള കാരണം സൂറത്തുൽ ബഖറയുടെ ആ ഘടന ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വിഷയങ്ങൾക്കിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനുമായിട്ട് ബന്ധപ്പെട്ട ആയത്ത് കയറി വരുന്നത്. അപ്പൊ സൂറത്തുൽ ബഖറയിൽ 183-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാന്റെ കൽപ്പന നമുക്ക് നൽകുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന റമദാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രഭാഷണങ്ങളിലും നമ്മൾ സുപരിചിതമായിട്ട് കേൾക്കുന്ന ആ ഒരു ആയത്ത്, കുതിബ അലൈഹില്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് മുൻഗാമികൾക്ക് നൽകപ്പെട്ട പോലെ ആ റമദാൻ അല്ലെങ്കിൽ ആ
സിയാം അല്ലെങ്കിൽ വ്രതം ഞാൻ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ കൈവരിക്കാൻ വേണ്ടി. അപ്പൊ നമുക്കറിയാം ഓരോ കർമ്മത്തിനും ഒരു ആത്മാവുണ്ട്. നമസ്കാരത്തിന്റെ ആത്മാവ് നേരത്തെ നമ്മൾ വിശദമായിട്ട് പരാമർശിക്കുകയുണ്ടായി. അപ്പൊ നമസ്കാരത്തിന് പുറമേക്ക് കാണുന്ന ഒരു ഭൗതിക ശരീരമുണ്ട്. ഞാൻ അത് നേരത്തെ പറഞ്ഞിരുന്നു. അതായത് പുറമേ കാണുന്ന റുക്കുവും സുജൂദെല്ലാം അതെല്ലാം നമസ്കാരത്തിന്റെ ഭൗതിക ശരീരമാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ അതല്ല നമസ്കാരത്തിന്റെ ലക്ഷ്യം, മറിച്ച് അതിലൂടെ നമ്മൾ നമസ്കാരത്തിന്റെ ആത്മാവ് നേടിയെടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വിഷയം നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നോമ്പിനും ഇതേ രൂപത്തിൽ പുറമേക്ക് കാണുന്ന ഒരു ഭൗതിക ശരീരമുണ്ട്. അപ്പൊ നമ്മൾ ഭക്ഷണപാനീയങ്ങളിൽ നിന്നെല്ലാം അതെല്ലാം കഴിക്കാതെ നമ്മൾ മാറി നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭാര്യ സമ്പർക്കങ്ങളിലെല്ലാം നമ്മൾ മാറി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നോമ്പിന്റെ ഭൗതിക ശരീരം. അതേ സന്ദർഭത്തിൽ നോമ്പിന്റെ ആത്മാവ് എന്നുള്ളത് അതാണ് ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ കൈവരിക്കാൻ വേണ്ടി നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്താണ് തഖ്വ? നമ്മൾ തഖ്വ നേടിയെടുക്കാനാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് പറഞ്ഞു. ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ എന്നുള്ള പദം, ആ പദം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തത്തഖൂൻ അല്ലെങ്കിൽ ഇത്തിഖാ എന്നുള്ള പദം, ആ പദത്തിന്റെ ഉത്ഭവം നമ്മൾ കാണുന്നത് വിഖായ എന്നുള്ള മറ്റൊരു പദത്തിൽ നിന്നാണ്. വിഖായ എന്ന് വെച്ചാൽ അറബി ഭാഷയിൽ ഒരു കാര്യത്തെ സംരക്ഷിക്കുന്നതിനാണ് വിഖായ എന്ന് പറയുക. അതുകൊണ്ടാണ് ജാഹിലിയ കാലഘട്ടത്തിൽ അവര് യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ അവർ യുദ്ധത്തിൽ ശത്രുക്കളുടെ വെട്ടിൽ നിന്നെല്ലാം സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവർ അണിയുന്ന ആ പടയങ്കി അവർ വിളിക്കാറുള്ളത് വിഖായ എന്നാണ്. അതേ പദത്തിൽ നിന്നാണ് തഖ്വ ഉണ്ടാകുന്നത്. അതേ അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട ആ ചർച്ച കടന്നു വരുന്ന സന്ദർഭത്തിൽ അതിനിടയിൽ വരുന്ന ഒരു ആയത്ത്, നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അവിടെ വഖി എന്നുള്ള പദം അത് അതേ വിഖാ എന്നുള്ള പദത്തിൽ നിന്ന് വരുന്ന അതേ പദമാണ്. നരകത്തിൽ നിന്നും സംരക്ഷിക്കുക, അതാണ് വിഖാ അല്ലെങ്കിൽ തഖ്വയുടെ ഒരു അർത്ഥം.